ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രണ്ടാളും സ്കൂളിൽ പോയിട്ടാ. 2 ദിവസമായിട്ട് രണ്ടാളും പോകണുണ്ടായിരുന്നില്ല. കുഞ്ഞുഞ്ഞിന് പനിയായിരുന്നു, പാറൂസിനും ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും ഞാൻ വിട്ടില്ല. 2 ദിവസത്തിന് ശേഷമാണ് ഇന്നാണ് പോയേക്കണേ. അപ്പോൾ ഒന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റ്. അത് കാരണം എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരും വേഗം സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് അവരെ കഴിച്ച പാത്രങ്ങളും ഒക്കെ ഞാൻ സിങ്കിൽ കൊണ്ടിട്ടു. അതിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടു. അപ്പോൾ എനിക്ക് എളുപ്പമാണല്ലോ പിന്നെ വന്നു കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാനായിട്ട്. എനിക്ക് വെച്ചെങ്കിൽ വിശന്ന് തുടങ്ങി. 10 മണിയായി. അപ്പോഴേക്കും ഞാൻ കുളിക്കാനൊക്കെ നോക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി ഞാൻ തലയിലൊക്കെ എണ്ണ പരട്ടിയിട്ട്. അപ്പോൾ ഞാൻ നീലപ്പൃങ്ങാതിയാണ് ചെറുപ്പത്തിലേ തൊട്ട് നീലപ്പൃങ്ങാതി തന്നെയാണ് കേട്ടോ തേക്കാറ്. നിറയെ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ അത് വെട്ടി ഞാൻ രണ്ടാമത് മുടി. ഇപ്പോൾ ഞാൻ കുളിക്കാൻ നോക്കുകയാണ്. രാവിലെ ഒരു വെറും ചായ കുടിച്ചതാണ്. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുളിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് പൗഡർ കിട്ടണം മുഖത്ത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ മെഴുക്കുള്ള പോലെ തോന്നും. അപ്പോൾ ഞാൻ പൗഡർ ഇടാനായിട്ട് പോയപ്പോഴാണ് പാറൂസിൻ്റെ മുടി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെപ്പുമുടി വെച്ച് ഇങ്ങനെ നടക്കൽ ഇത്തിരി കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഒക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കുറച്ച് പൗഡറൊക്കെ വേഗം വാരി ഇട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇന്ന് പൊട്ടറ്റോ പിന്നെ സോയയും കൂടെ മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ മാങ്ങ ചമ്മന്തി അരച്ചുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാര്യം അപ്പോൾ അതങ്ങനെ അതുകൊണ്ട് കഴിയും ഉച്ചവരയ്ക്ക്. പിന്നെ വൈകുന്നേരം മാവ് ഇരിക്കുന്നുണ്ട്, ദോശമാവ്. ദോശ ഉണ്ടാക്കണം. അങ്ങനെ സാധാരണ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇന്ന് ഞാൻ നേരം വൈകി എണീറ്റ കാരണം എനിക്ക് ഒന്നിനും നേരം ഉണ്ടായില്ല. പാറൂസിനാണെങ്കിൽ നേരത്തെ പോകണം. അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ട്. അവൾക്ക് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട്. എന്നാലും അവൾക്ക് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ചെന്നിരുന്ന് കഴിക്കണം. പുട്ടോ ഇഡ്ഡലി ദോശ അങ്ങനെ പലതരം പലഹാരങ്ങളുണ്ടാവും കേട്ടോ രാവിലെ. അത് തന്നെ ഒരു ഉച്ചതിരിഞ്ഞും കൊടുക്കും. തന്നെ ഇരുന്ന് കഴിക്കാനായിട്ടൊരു സുഖമില്ല കേട്ടോ. TV ഉണ്ടായെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. അന്ന് കറണ്ട് വോൾട്ടേജ് ഇത്തിരി കുറവായിരുന്നു. അത് കാരണം TV ഒന്നും വർക്ക് ചെയ്യണില്ല. ഫാനും ഇല്ല, ചൂട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടുക്കള ഒതുക്കുകയാണ് കേട്ടോ. കറികൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കഴിച്ച പ്ലേറ്റ്, പിന്നെ ചെറിയ പിഞ്ഞാണങ്ങൾ. പാറൂസാണെന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് അവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സോഫയുടെ അടിയിൽ നിന്ന് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഓരോന്നിൻ്റെ അടിയിൽ നിന്നായിട്ട് അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഗ്ലാസും പിഞ്ഞാണും ഒക്കെ പറക്കാണ്ടാവും. ഇവളാണെന്ന് ഐസൊക്കെ എടുത്ത് കളിച്ചിട്ട് പാത്രങ്ങളൊക്കെ കുഞ്ഞു പിഞ്ഞാണങ്ങളൊക്കെയാണ് അവളുടെ നോട്ടം. അതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ സ്പൂണ് ഒക്കെ അവിടെ എവിടെയും കിടക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ അടിച്ചു വരുമ്പോഴോ എനിക്ക് കിട്ടുക. അപ്പോൾ പാത്രങ്ങളൊക്കെ അവർ പോയത് കഴുകി വെച്ച് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇവിടെ അധികം തുടയ്ക്കാനൊന്നുമില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം തുടച്ചിട്ടതാണ്. പിന്നെ ഇവിടെ എല്ലാം ഞാൻ ഭക്ഷണം പാകം ചെയ്യും വർക്ക് ഏരിയയിലാണ്. അപ്പം അധികം പൊടിയും അങ്ങനെ അതൊന്നുമില്ല, വേസ്റ്റൊന്നുമില്ല. എന്നാലും വെറുതെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ചിട്ടിട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കണി. പുലർച്ചെ തൊട്ട് പണികൾ ചെയ്യണതല്ലേ. കുട്ടികളൊക്കെ കഴിഞ്ഞു. ഇനി അവർ 3:30 ആവും അവൾ വരുമ്പോൾ. 3:45 അവൾ വരും. ഇനിയിപ്പോൾ അങ്ങനെ കിച്ചണിലൊന്നും അധികം പണികളൊന്നുമില്ല. അതിനൊരു 2 മണിക്കാകുമ്പോൾ അടിച്ച് തുടയ്ക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ദോശ ഉണ്ടാക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് കുറച്ച് പണിയുണ്ട്. അടുക്കളയിലൊന്നും ഇപ്പോൾ പണിയില്ല. കുറച്ച് പണികൾ പുറത്തുണ്ട്. അതൊന്നും ചെയ്യാൻ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗം നിറച്ച് പുല്ലൊക്കെ ഇതായിരിക്കും. കുറച്ച് ദിവസമായി അവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ അവിടെ വൃത്തിയാക്കാം. ഇത് ആണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗം. അവിടെ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുഞ്ഞും പാറൂസൊക്കെ കളിച്ചവരെ തുണികളൊക്കെ ഇങ്ങനെ കൊണ്ട് ഇട്ടതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാനെടുത്ത് മാറ്റി. പിന്നെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുല്ലൊക്കെ പറിച്ച്. പിന്നെ അതവിടെ ഗ്ലാസ് പൊട്ടിയത് അവിടെ ഇരിക്കുന്നുണ്ട് കാറിൻ്റെ. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ തൊടാനൊന്നും പോകണില്ല കേട്ടോ. എങ്ങാനും കൈയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേട്ടനെ വിളിക്കേണ്ടി വരും ഡോക്ടറെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ച് അതൊന്നും ഞാൻ തൊട്ടില്ല. അതിന് ശേഷം നമ്മുടെ അടിച്ച് വരുമ്പോൾ മയിൽപ്പീലി കിട്ടിയിട്ടാണ്. നിറയെ മയിലുകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് സ്ഥിരമായിട്ട് അവർ വന്ന് നിൽക്കുക.
അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയിൽപ്പീലിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നല്ല മയിൽപ്പീലിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ അവിടെ വയ്ക്കും, വിഗ്രഹത്തിൻ്റെ അവിടെ. അപ്പോൾ ദേ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഞാനൊരു വേസ്റ്റൊക്കെ ബക്കറ്റിലാക്കിയിട്ട് വീടിൻ്റെ പുറകിൽ സൈഡിൽ ഒരു കുഴിയുണ്ട്, അപ്പോൾ ഞാനതവിടെ കൊണ്ട് ഇട്ടു കേട്ടോ. നമ്മൾ വേസ്റ്റൊക്കെ അവിടെ കൊണ്ടിടാറ്. അതിന് ശേഷം എന്താ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.